ഫ്രണ്ട്സ് നമസ്കാരം. ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വീട്ടിൽ ചീര, പച്ചമുളക് അങ്ങനെ കുറേ പച്ചക്കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെ കുറിച്ച് കുറേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് 2 പച്ചക്കറികൾ കൂടുതലായിട്ട് ഞങ്ങൾ നടത്തണം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ എൻ്റെ പേര് ക്രിസ്റ്റോ ജോഷി. ഞാൻ മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 8ാം ക്ലാസ്സിൽ. അപ്പോൾ ഞങ്ങളുടെ ബയോളജി എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അതിലത്തെ പാഠത്തിലെ ഓരോ ഭാഗങ്ങളൊക്കെ ബന്ധപ്പെട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ള ചെടികളിൽ ഇതൊരെണ്ണം. ഇത് നമ്മുടെ നാരങ്ങയുടെ ഒരു മരമാണ്. ഇതുമത് കഴിഞ്ഞൊരു മാസം വരെ നല്ല പോലെ നാരങ്ങ ഉണ്ടാവാറുണ്ട്. നല്ല രുചിയുള്ള നാരങ്ങയാണ്. പിന്നെ ഇത് ചെറിയൊരു പച്ചമുളക്. ഇത് കണ്ടോ, പച്ചമുളകൊക്കെ ചെറുതായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പേരക്കയുടെ ഇതുമ്മ നല്ല പോലെ പേരക്ക ഉണ്ടാവും അങ്ങനെ പറഞ്ഞിട്ട് ഉള്ളതാണ്. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയത്. അപ്പോൾ കണ്ടപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു നല്ല പോലെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്കിതാ ഇത് കണ്ടില്ലേ, നിങ്ങൾക്കറിയായിരിക്കും, ഇത് നമ്മുടെ ആര്യവേപ്പ്. പിന്നെ അത് ഞങ്ങൾക്ക് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യാൻ ഞങ്ങളുടെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ പപ്പ അമ്മ അങ്ങനെ എല്ലാ ആൾക്കാരും കൃഷിയൊക്കെ ചെയ്യാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനപ്പോൾ അങ്ങനത്തെ ഒരു ഫാമിലി ഞങ്ങൾക്ക് കൃഷി എന്ന് വെച്ചാൽ നല്ല ഇൻട്രസ്റ്റിങ്ങാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ഞങ്ങളുടെ ചീര. ഇതൊക്കെ ഞങ്ങളുടെ ചീര. ഇനിയും ബാക്ക് ഭാഗത്തൊക്കെ കുറച്ച് ചീര അധികം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിന്നൊക്കെ ലോക്ക്ഡൗൺ ടൈമിൽ വിത്തിൻ്റെ പാക്കറ്റ്, അതുപോലെ സ്കൂളിൽ നിന്ന് വിത്ത് പാക്കറ്റൊക്കെ കിട്ടിയത് ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ കുറേയൊക്കെ ചീര പോയിട്ടില്ല. ചീര ഇത്രയ്ക്കേ ഉള്ളൂ. പിന്നെ മുമ്പിലത്തേക്ക് ഞങ്ങൾ വീടിൻ്റെ മുമ്പിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ മുറിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പച്ചമുളക് തൈയൊക്കെ ഉണ്ട്. ഇവിടെ പച്ചമുളക് കാണാമല്ലോ, കണ്ടില്ലേ. അപ്പോൾ നല്ല കുറേ പച്ചമുളകൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ കാണിച്ചു തരാം. നല്ല വലിയൊരു മുളകാണിത്. നല്ല വലുപ്പത്തിലൊക്കെ ഇത് ഉണ്ടാവും. നിങ്ങളിതൊക്കെ ഉണ്ടോ, ഇത്ര നല്ല വലുപ്പത്തിൽ ഞങ്ങളുടെ മുളകൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത് നല്ല കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല മുളകാണ്. നിങ്ങൾ കണ്ടില്ലേ, കുറേ മുളകൊക്കെ കുറേ ഉണ്ടാവും. ഇത് ഞങ്ങൾ മുമ്പും ഞങ്ങളിങ്ങനെ വെച്ച് ഇങ്ങനെ കുറേ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു മറ്റേ പേരത്തൈയല്ല, സോറി തെറ്റിയതാ, മറ്റേ പപ്പക്കായ തൈയാണ്. ഇതുമ്പോൾ ഇത് ഞങ്ങൾക്ക് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയതാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള ഒരു ഇതുമ്മ ഉണ്ടാവും. നല്ല വലുപ്പത്തിലൊക്കെ ഇതുമ്മ പപ്പക്കായ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ഈ തോട്ടം കണ്ടില്ലേ, ഞങ്ങൾക്കപ്പോൾ ഇങ്ങനെ കുറേ ഈ പച്ചക്കറികളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ആര്യവേപ്പ് എന്ന് പറയുന്നതും ഞങ്ങൾക്ക് ഇവിടെ അധികം ഒന്നും ഇല്ല, എന്നാലും കുറേ ഒക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ അടുത്തത് ഇവിടെ കുറേ പച്ചമുളകുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നട്ടിട്ടുള്ള പച്ചമുളകാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു റോസാക്കൊമ്പ്. ഇതിൻ്റെ ഇതുപോലത്തെ വേറൊരു റോസാക്കൊമ്പുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് പൂവുണ്ടായി നിൽക്കുന്നതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇത് വേറൊരു പച്ചമുളക്. ഞാൻ പറഞ്ഞില്ലേ, വീടിൻ്റെ മുമ്പിലൊക്കെ വേറെ പച്ചമുളകുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതൊരു ചെണ്ടുമല്ലിയുടെ ഒരു ചെടി, അത് ചെറുതാണ്. പിന്നെ ഞങ്ങൾക്ക് മറ്റേ ഇത് വേറെ അധികം ഒന്നുമില്ല. ഇത് ഞങ്ങൾക്ക് ഇത് ഈ മുളകിൻ്റെ ചെറിയൊരു തൈ. ചെറുപ്പത്തിൽ ഇത്രയ്ക്ക് ഇതിൽ നമുക്ക് സംഭവം ഉണ്ടായി കിട്ടും. പിന്നെ ഞങ്ങൾക്ക് ചെടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അധികം ഞങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നില്ല. ഇങ്ങനെ കൃഷി തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെട്ടി കളഞ്ഞതാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു റോസാപ്പൂവൊക്കെ ഉണ്ട്. അതിലത്തെ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇത് റോസാപ്പൂ. ഇത് നല്ല
ഭംഗിയുള്ള ഒരു പൂവാണ്. കണ്ടില്ലേ, ഇതൊക്കെ ഞങ്ങൾ വീടിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാട് പിടിച്ച് പോലെ ഇങ്ങനെ നല്ല വലുതായി ഉണ്ടാവുന്നതുകൊണ്ട് ഞങ്ങൾ വെട്ടി കളഞ്ഞു. ഇതാണ് ഞങ്ങളുടെ അടുത്തത്. ഈ റോസാപ്പൂ നിങ്ങൾ കണ്ടുല്ലോ. അപ്പോൾ ഞാനിതാണ് പറഞ്ഞത്, അവിടെ ചെറിയൊരു എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഭംഗിയുള്ള കുറേ ചെടികൾ, അതുപോലെ അക്വേറിയത്തിലിടുന്ന പ്ലാന്റ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞങ്ങൾ പച്ചമുളക്, ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, പച്ചമുളക്, ചീര, പിന്നെ റോസാപ്പൂ, പിന്നെ വേറൊരു വെള്ള കളർ നല്ല ഭംഗിയുള്ള പൂ, പിന്നെ ഇങ്ങനത്തെ കുറച്ച് ജസ്റ്റ് ചെറിയ ചെടികൾ, അത് പൂവൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു കൃഷി രീതി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ടും കൃഷിനൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം കൃഷി ഉണ്ടെന്നോട് കണ്ടില്ലേ, നല്ല ഇതിലായിട്ട് ഇതൊക്കെ നല്ല ചീര വേണ്ട, നല്ല ഇലയത്. പിന്നെ നല്ല മിളക് ഒക്കെ ഉണ്ടാവാറുണ്ട്. നല്ല മിളകൊക്കെ ആയിട്ടും നിങ്ങൾ കണ്ടുല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതോടുകൂടി കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യണം. പിന്നെ വേറൊരു ചെറിയൊരു മിളകും കൂടി ഉണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല ഉണ്ട പോലത്തെ മിളക്. ഇത് നല്ല എരിവുള്ള മിളകാണ്. അത് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളും ഇങ്ങനെ കൃഷികളൊക്കെ ഇപ്പോൾ വീട്ടിലിരിക്കല്ലേ, അതുകൊണ്ട് കൃഷികളൊക്കെ ചെയ്ത് ടീച്ചർമാർക്കും അങ്ങനെ ഓരോരുത്തർക്കൊക്കെ അയച്ചു കൊടുക്കുക. അങ്ങനെ അയച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ സ്വയം വീട്ടിലിങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.